കുയിലിനെ തേടി കുതിപ്പായും മാര പട്ടു. അതെ പോവാൻ വരട്ടെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതെ, അരിയില്ല, മുളകില്ല, ഉപ്പില്ല എന്നുള്ള രീതിയിലുള്ള സംസാരമായിട്ടാണെങ്കിൽ വേണ്ട. ഇനി അങ്ങനെയുള്ളൊരു സംസാരം ഈ വീട്ടിൽ വേണ്ട. $1500 എന്താണെന്ന് വെച്ചാൽ മേടിക്കുക, ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ കയ്യിൽ വെച്ചേക്കുക. അതല്ല ഇനിയും വേണമെങ്കിൽ പിന്നെ ചോദിക്കാം. പിടിക്കൂ പിടിക്കൂ വെക്കൂ. ഇതാണ് കാശ്. റിസർവ് ബാങ്ക് അനുവദിച്ചിട്ടുള്ള നമ്മുടെ നാട്ടിൽ ചെലവാക്കാൻ വേണ്ടിയിട്ട് അനുവദനീയമായ കാശാണ്. അല്ല ഇത് ആർക്ക്? ഇതിപ്പോ ഞാൻ നിനക്ക് തന്നല്ലേ, നീ എനിക്ക് തന്നല്ലോ. നീ എന്താണ് ഇത്ര പൈസ കണ്ടിട്ടില്ലോടി? അതല്ല ഏതല്ലാന്ന് എനിക്ക് തന്നത്. അതെ, ഭാര്യയുടെയും കുടുംബത്തിന്റെയും കാര്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരാളാണ് യഥാർത്ഥ ഭർത്താവ്. അയ്യോ ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞേ. പാലാക്കാരൻ മത്തായിച്ചന്റെ മോൻ ക്ലീറ്റസ് മത്തായി തന്നെയാണോ ഇത്? എന്താ സംശയമുണ്ടോ? ഇങ്ങനെയൊക്കെ തന്നെ സംശയിക്കേണ്ടി വരും. എന്നാ ഒട്ടും സംശയിക്കേണ്ട. അതേ തന്തയുടെ അതേ മോൻ തന്നെയാണ് ഞാൻ. എന്താണ് നിന്റെ പ്രശ്നം ഇപ്പോ? എന്റെ പ്രശ്നം ഈ കാശ് എവിടുന്ന് കിട്ടി എന്നുള്ളതാണ്. അപ്പം തിന്നാ പോരെ, എന്തിനാണ് വെറുതെ കുഴിയിടണേ? ഭാവിയിൽ കുഴിയിൽ വീഴാതിരിക്കാൻ ഇപ്പൊ കുഴിയിടുന്നത് നന്നായിരിക്കും. അത് വീഴുമ്പോ നമ്മൾ നോക്കിയാ പോരെ. അതിപ്പോ കാശ് അങ്ങോട്ട് വെച്ചിട്ട് കാര്യങ്ങൾ നടക്കട്ടെ. നടന്നാ പറ്റില്ല ക്ലീറ്റോ, ഇത് എവിടെന്നാന്ന് പറയണം. സഹകരണ സംഘം എന്ന് കേട്ടിട്ടുണ്ടോ? അതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അവിടുന്നാണ്. അവിടെ നിന്ന് എങ്ങനെ കിട്ടി? ലോൺ എടുത്തോ നിങ്ങള്? ലോണൊന്നും അല്ലടി. എടി അവിടെ ബാങ്ക് ഇലക്ഷൻ വരാൻ പോണു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എതിർ പാർട്ടിയിലെ ഒരു പാർട്ടി ഞങ്ങൾക്ക് തന്നതാ. അമ്പിളിക്കുട്ടനെയും ടീമിനെയും തോപ്പിക്കാൻ വേണ്ടി അവരെ എതിർ പാർട്ടിക്കാർ തന്നതാ. ഓ അതാണ്. വേണ്ട വേണ്ട അതുകൊണ്ടാ. അപ്പൊ നിനക്ക് വീട്ടു സാധനങ്ങളൊന്നും വാങ്ങണ്ട. ഓ വേണ്ട. എന്റെ ക്ലീറ്റോ, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടിക്കാരെന്തായാലും തോക്കും. അപ്പൊ നിങ്ങൾ എന്നോട് ഈ പൈസ വന്ന് തിരിച്ചു മേടിക്കും. അതിൽ നല്ലതാണല്ലോ ഇപ്പൊ കയ്യിൽ കൂടെ തിരിച്ചു തരും. അത് നീ അങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. എടി ബാങ്കിൽ ഇപ്പൊ നിർണായക സ്വാധീനമുള്ള ആൾക്കാരെല്ലാം ഞങ്ങളുടെ പാർട്ടിയിൽ അണികളാ. എന്തത്ര കളിക്കാണ്? നല്ല തമാശ. അതെ, മറ്റു രണ്ട് പാർട്ടിക്കാർ ഏതാണ്ട് തുല്യമാണ്. ഇപ്പൊ ഞങ്ങളിലുള്ള ആൾക്കാരാണ് തീരുമാനിക്കേണ്ടത് ഇതിൽ ആര് ഭരിക്കണമെന്നുള്ളത്. അതിന്റെ മുന്നോടിയായിട്ട് കിട്ടിയതാണിത്. വെക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എന്റെ പോക്കറ്റിൽ വെക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. വേണോ വേണ്ടെന്നൊരു തീരുമാനം പറഞ്ഞാൽ മതി. എന്താണെങ്കിലും ഞാനിത് രണ്ടിലൊന്നും അറിഞ്ഞിട്ടേ ചെലവാക്കുള്ളൂ. അറിയാവുന്നില്ല. നിന്റെ തൊഴിലുറപ്പ് പണിയെന്ന് മുടക്കും ഞാൻ. സാധനങ്ങളൊക്കെ മേടിക്കേട്ടാ. ഉച്ചയ്ക്ക് ഉണ്ണാൻ ഞാൻ ചിലപ്പോഴേ വരും. Alien versus Alien.